എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ മലയാളി ഫ്രം പോളണ്ടിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ ലൈക്ക് ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് പമേല. ചാനലിൻ്റെ പേര് പോലെ തന്നെ ഞാനിവിടെ പോളണ്ടിലാണ്. ഇവിടെ ജോലിയായിട്ട് ഇരിക്കുകയല്ല. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഫോറിനറാണ്, ഇവിടുത്തെ പോളണ്ടുകാരൻ. അങ്ങനെയാണ് ഞാൻ പോളണ്ടിലേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട്, അതാണ് ഈ വെറോണിക്ക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറും മദറും കൂടെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷമായി ഇരിക്കുന്നു. എൻ്റെ ചാനൽ കാണുന്ന ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഐക്കണും അമർത്തണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പരിചയക്കാർക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി. കുറച്ച് നാളായി ഞാൻ വ്ളോഗ്സൊക്കെ കാണുമായിരുന്നു. അങ്ങനെയാണ് എനിക്കും ഒരു ചാനൽ തുടങ്ങണമെന്ന് തോന്നിയത്. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വാൾഡിയോട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നു. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു മൈ ഹസ്ബൻഡ് to giving me full support. അദ്ദേഹം കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുവാൻ. താല്പര്യപ്പെടുമ്പോൾ വരട്ടെ, അല്ലേ? ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. ഓരോ വീഡിയോയിലും കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും മുടങ്ങാതെ കാണുക. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നിവിടെ നിങ്ങളോട് കാണിക്കാൻ ഞാൻ പോകുന്നത് ഒരു ഡ്രൈ ഫിഷ് ചില്ലി ഇൻ ഓവൻ. ഈ ഫിഷ് ചില്ലി ഞാൻ ഓവനിൽ ചെയ്യാൻ കാരണമുണ്ട്. ഞങ്ങൾക്കിവിടെ പോളണ്ടിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7 to 9 ആയിരിക്കും. പിന്നെ ഒരു 12 o'clock കോഫിയാണ്, കോഫി വിത്ത് സ്നാക്സ്. പിന്നെ ഡിന്നർ, ഞങ്ങളുടെ പോളണ്ടിൽ ഉച്ചത്തെ ഫുഡ് ഡിന്നർ എന്ന് പറയും, രാത്രിയത്തെ ഫുഡ് സപ്പറാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ ഉച്ചത്തെ ഫുഡ് ലഞ്ച്, പിന്നെ രാത്രിയത്തെ ഫുഡ് ഡിന്നറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷുകാർ നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടാകും നമ്മളുടെ ഇന്ത്യയിലും ആ ഒരു രീതി. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളിവിടെ കഴിക്കുന്നത് ബ്രെഡ്, പിന്നെ ബട്ടർ, ഹണി കാണും, പിന്നെ ജാം കഴിക്കാം, പിന്നെ സോസേജസ് ഉണ്ട്, ഹാം. പിന്നെ ഉച്ചത്തെ ഫുഡ് മാത്രമാണ് ഒരു കുക്ക് ചെയ്തുള്ള ഫുഡ്. പൊതുവേ പോളണ്ടിലെ ഡിന്നർ എന്ന് പറയുന്നത് പൊട്ടറ്റോ സ്മാഷ്ഡ് ആണ്. പിന്നെ ടർക്കി മീറ്റോ പോർക്ക് എന്തെങ്കിലും കാണും, ചിക്കനും നമ്മൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഈ പൊട്ടറ്റോ സ്മാഷ്ഡിൽ ഒഴിക്കുന്നതിനായിട്ട് ഒരു സോസ് ഉണ്ടാകും. പിന്നെ 1-2 സാലഡ് കൂടെ ഉണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ 4 or 5 നമ്മൾ വീണ്ടും ഒരു കോഫി കുടിക്കും വിത്ത് സ്നാക്സ് ഓർ കേക്ക്സ്. പിന്നെ 7 or ഒരു 7:30 ആണ് നമ്മളിവിടെ സപ്പർ കഴിക്കുന്നത്. പിന്നെ രാത്രിയത്തെ ഫുഡും ഇതേപോലെയാണ്. ബ്രെഡ് അതിൻ്റെ കൂടെ. രാത്രിയാകുമ്പോൾ നമ്മൾ ജാമും ഹണിയും അങ്ങനെ കഴിക്കത്തില്ല. രാത്രി ബ്രെഡിൻ്റെ കൂടെ സോസേജ്, ഹാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഞാൻ ചില ദിവസം പിസ്സ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും മീറ്റിൻ്റെയോ ഫിഷിൻ്റെയോ എന്തെങ്കിലും പ്രത്യേക ഒരു റെസിപ്പി ട്രൈ ചെയ്യാറുണ്ട് രാത്രിത്തേക്ക് സപ്പറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നിവിടെ ഈ ഡ്രൈ ഫിഷ് ചില്ലി ചെയ്യുന്നത് സപ്പറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ യൂറോപ്യൻസ് പൊതുവെ ഫോർക്കും നൈഫും കൊണ്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിഷ് ചില്ലി ആണെങ്കിൽ ഡ്രൈ ആയിരുന്നാൽ ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റുമല്ലോ, എളുപ്പമായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഫിഷ് ചില്ലി ഡ്രൈ ആയിട്ട് ചെയ്യുന്നത്, അതും ഓവനിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ്, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ കമൻറ്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡ്രൈ ഫിഷ് ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ബൈ. സോ കം ടു കിച്ചൺ. നമുക്ക് ഫിഷ് ചില്ലി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പോളണ്ടിൽ ഏറ്റവും സുലഭമായ ഒരു മീനാണ്, കോഡ് ഫിഷ്. എന്നാലും വിലയ്ക്കൊരു കുറവുമില്ല കേട്ടോ. ഞങ്ങളുടെ പോളണ്ടിൽ കടലൊക്കെ ഉണ്ട്,
പക്ഷേ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് മറ്റു മീനുകളെക്കാളും ഈ മീൻ നമുക്ക് ഫ്രഷായി കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഈ മീനാണ് വാങ്ങുന്നത്. ഇവിടെ കോഡ് ഫിഷിനെ ഇവരുടെ പോളിഷ് ലാംഗ്വേജിൽ ദോർഷ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്താ ദോർസ് എന്ന് വായിക്കാത്തതെന്നല്ലേ? ഈ പോളിഷ് ലാംഗ്വേജിൽ എസ്സും ഇസഡും ഒരുമിച്ച് വരുമ്പോൾ അതൊരു ആൽഫബറ്റോ ഒരു വോയിസോ പോലെയാണ്. ഷീ. ഇവരുടെ ഭാഷയിൽ ഇങ്ങനെ പലതരം ഷീ ഉണ്ട്. ഇതൊക്കെ ഈ ലാംഗ്വേജിലെ ഷീ ആണ്. അതുപോലെ ചി. ചിയും 3 രീതിയിലുണ്ട്. പിന്നെ ഇവർ പറയുമ്പോൾ ഓരോന്നും വ്യത്യാസമായിരിക്കും. ഞാൻ പറയുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. ആദ്യമൊക്കെ വാൾഡി കറക്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മനസ്സിലായി ഞാൻ നന്നാവില്ല എന്ന്. എന്തൊക്കെയല്ലേ? ഇതെന്താ പോളിഷ് ലാംഗ്വേജ് ക്ലാസ് ആണോ? ഇനി നമുക്ക് നമ്മുടെ പാവം ഫിഷ് ചില്ലിയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഡ് ഫിഷ് ഫില്ലറ്റ് ആണ്. 1/2 കിലോ. ഈ മീനിൽ നിന്നും മുള്ള് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും കോഡ് ഫിഷ് തന്നെ വേണമെന്നില്ല. മുള്ളില്ലാത്ത ഏത് വലിയ കഷ്ണം മീനായാലും മതി. പക്ഷേ ചൂര മീനിൻ്റെ ടേസ്റ്റ് ഈ ഒരു റെസിപ്പിക്ക് ചേരുമെന്ന് തോന്നുന്നില്ല. സവോള 1 മീഡിയം സൈസ് ചോപ്ഡ്. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ. വെളുത്തുള്ളി അല്ലി 3 എണ്ണം. സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് പാർട്ട് ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. റെഡ് ക്യാപ്സിക്കം 1 മീഡിയം സൈസ് ചോപ്ഡ്. സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പാർട്ട് സ്ലൈസ് ചെയ്തത് 4 ടേബിൾ സ്പൂൺ. സെലറി സ്റ്റോക്ക് സ്ലൈസ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ. ഈ സോസ് മിക്സിൽ അടങ്ങിയിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, പിന്നെ സോയാ സോസ് ആവശ്യമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ സോസ് മിക്സ് പിന്നീട് നമ്മൾ ഫിഷ് ചില്ലി സോസ് തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ്. ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത്. മീൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനായി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ബ്ലാക്ക് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി മീനിൽ ഈ ചേരുവ നന്നായിട്ട് പുരട്ടുക. എല്ലാ വശത്തും നന്നായിട്ട് ഈ മസാല എത്തണം. ഇത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ ആയി. ഇനി നമുക്ക് ഈ മീൻ വറുത്തെടുക്കാം. അടുപ്പ് ഓൺ ചെയ്ത് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വേണം ഈ മീൻ വറുത്തെടുക്കാൻ. എണ്ണ ചൂടാകുമ്പോൾ മീൻ വറുക്കാൻ ഇടുക. ഹൈ ഫ്ലെയിമിൽ വേണം മീൻ വറുക്കുവാൻ. മീനിൻ്റെ പുറം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. ബ്രൗൺ കളർ ആയാൽ മതി. ഒരു മിനിറ്റ് കഴിയുമ്പോൾ മീൻ മറുവശം തിരിച്ചിടുക. വീണ്ടും മറുവശവും ജസ്റ്റ് മുരിയുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മീനിങ് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും വറുത്തെടുക്കുക. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഡ്രൈ ഫിഷ് ചില്ലി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിഷ് ഇനി ഓവനിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മീനിൻ്റെ പുറമൊന്ന് മൊരിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് മീൻ മുറിഞ്ഞു പോവാതിരിക്കാനും സഹായിക്കും. ഇതേ പാനിൽ തന്നെ നമുക്ക് ചില്ലി ഫിഷിനുള്ള സോസ് തയ്യാറാക്കാം.
പാനിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവോള ഇടുക. ഈ സോസ് തയ്യാറാക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക. പിന്നെ വെളുത്തുള്ളിയും ഇടുക. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇടുക. ഇനി സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് പകുതി ഇടുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫിഷ് ചില്ലി ഗ്രേവിയോട് കൂടി തയ്യാറാക്കണമെങ്കിൽ പിന്നീട് ഇത് ഓവനിൽ കുക്ക് ചെയ്യേണ്ട. ഈ പാനിൽ തന്നെ എല്ലാ ജോലിയും ചെയ്യാം. റെഡ് ക്യാപ്സിക്കം ഇടുക. ഗ്രേവിയുള്ള ഫിഷ് ചില്ലി നമുക്ക് ചപ്പാത്തി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അപ്പം ഇതിൻ്റെ കൂടെയെല്ലാം കഴിക്കാം. സെലറി സ്റ്റോക്ക് അരിഞ്ഞു വെച്ചേക്കുന്നത് പകുതി ചേർക്കുക. ഇപ്പോൾ നമുക്ക് ആ സോസ് മിക്സ് ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ തുടരെ വരട്ടി കൊടുക്കുക. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് പകുതി മാറ്റി വെച്ചിരിക്കുന്നത് ചേർക്കാം. പിന്നെ സെലറി സ്റ്റോക്കും പകുതി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ തുടരെ വരട്ടി കൊടുക്കുക. കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക. ഇനി നന്നായിട്ട് എല്ലാം കൂടെ വരട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ചില്ലി ഗ്രേവിയോട് കൂടി ചെയ്യണമെങ്കിൽ ഇവിടെ കോൺഫ്ലോർ ചേർക്കുന്നതിന് മുൻപ് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവി അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇടുക. കഷ്ണങ്ങൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നീട് മീൻ കഷ്ണങ്ങൾ വെന്തോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് ഒഴിക്കുക. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ പഞ്ചസാര 1 ടീസ്പൂണും ചേർക്കുക. ഫിഷ് ചില്ലിക്കുള്ള സോസ് തയ്യാറായി. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രി. ഇനി ഈ ഡ്രൈ ഫിഷ് ചില്ലി തയ്യാറാക്കുന്നത് ഓവനിലാണ്. ഓവനിൽ തയ്യാറാക്കുവാൻ ഒരു ഗ്ലാസ് ഓവൻ ട്രേ വേണം. ഓവനിൽ വയ്ക്കുവാൻ പറ്റുന്ന ഏതെങ്കിലും ഷേപ്പിലെ ഗ്യാസ് ട്രേ ആയാൽ മതി. ഇത് ഞാൻ ടാർട്ടും ആപ്പിൾ പൈ, ചിക്കൻ പൈ ഒക്കെ ബേക്ക് ചെയ്യുന്ന ട്രേ ആണ്. ഇപ്പോഴത്തെ ആവശ്യത്തിന് ഈ ഒരു വലുപ്പത്തിലെ ട്രേ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേ എടുത്തത്. ഓവനിൽ വയ്ക്കുവാൻ പറ്റുന്ന ഗ്ലാസ് ട്രേ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഗ്ലാസ് ട്രേയിൽ സോസും ഫിഷ് ഫ്രൈയും ലെയറായി അറേഞ്ച് ചെയ്യണം. ആദ്യം ഓയിലൊന്ന് വൈപ്പ് ചെയ്യുക ഈ ഗ്ലാസ് ട്രേയിൽ. പിന്നെ ഫസ്റ്റ് ലെയർ പകുതി സോസ് നിരത്തുക. അതിന് മുകളിൽ ഫിഷ് ഫ്രൈ. അതിനു മുകളിൽ ബാക്കി പകുതി സോസും കൂടി നിരത്തുക. ഇതിനെ നമുക്ക് ഓവനിൽ വയ്ക്കാം. മിഡിൽ ലെവലിൽ വേണം വയ്ക്കുവാൻ. 180 ഡിഗ്രി 45 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് കുക്കാകും. നേരത്തെ നമ്മൾ ഈ ഫിഷ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതേ ഉള്ളൂ. 45 മിനിറ്റ് കഴിഞ്ഞ് ഈ തയ്യാറായ ഫിഷ് ചില്ലി നമുക്ക് പുറത്തെടുക്കാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് എഴുതണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കേട്ടോ. ടേസ്റ്റി, ഇറ്റ്സ് നോട്ട് സ്പൈസി. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസിയുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് ചെയ്യണമെങ്കിൽ പെപ്പർ കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്തു പെപ്പർ പൗഡർ. 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ സവോള വറക്കുമ്പോൾ പച്ചമുളകും കൂടെ ഇട്ടാലും സ്പൈസി ആക്കും. ഇറ്റ്സ് വെരി ടേസ്റ്റി. നല്ല രുചിയുണ്ട്.
Veronica, how is it? Good. Good? Okay, thank you. സോ എല്ലാവർക്കും ഈ ഡ്രൈ ഫിഷ് ചില്ലി ട്രൈ ചെയ്യാം. ഇത് സ്പൈസി അല്ല. ഞാൻ പറഞ്ഞതുപോലെ സ്പൈസി ആയി ചെയ്യണമെങ്കിൽ നമുക്കൊരു പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ സവാള വറുക്കുമ്പോൾ കൂടെ പച്ചമുളകും കൂടെ ഇട്ടാലും സ്പൈസി ആകും. ഓക്കെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതിവിടെ 1/2 കിലോ ഫിഷിലാണ് ചെയ്തത്. സോ once again, thank you for watching our channel. Bye.